പ്രേക്ഷകർക്ക് കാണാം 356 പേരാണ് ഇന്ന് ഗുരുവായൂരിൽ മംഗലം കഴിക്കുന്നത്. ഗുരുവായൂരിൽ കല്യാണമേളമാണ്. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച് താലികെട്ട് 6 മണ്ഡപങ്ങളിലായി പുരോഗമിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായാണ് ഒരു ദിവസം ഇത്രയും വിവാഹങ്ങൾ നടക്കുന്നത്. 2017 277 വിവാഹങ്ങൾ എന്ന കണക്കാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം തകർക്കപ്പെടുന്നത്. ചിങ്ങമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയും ചോതി നക്ഷത്രവും ഒരുമിച്ച് വന്നതിനാലാണ് ഇന്ന് ഇത്രയധികം വിവാഹങ്ങൾ ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചത്. അഞ്ജലി ശ്രീജിത രാജ് ഗുരുവായൂരിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരും. അഞ്ജലി, വെരി ഗുഡ് മോർണിംഗ്. ഗുരുവായൂരിലെത്തിയൊരു പ്രതീതിയുണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ. 277 എന്ന റെക്കോർഡ് തകർക്കുകയാണ്. 356 വിവാഹങ്ങളല്ലേ? എന്താണ് ഗുരുവായൂരിൽ നിൽക്കുമ്പോഴുള്ളൊരു ഫീലിംഗ്? വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വലിയ രീതിയിലുള്ള അതായത് നമുക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. 356 വിവാഹങ്ങൾ ഒരു ദിവസം കാണാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് ആളുകളുടെ അവരുടെ വലിയൊരു ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തം അല്ലെങ്കിൽ ഒരു നിമിഷമാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ കൺമുന്നിലൂടെ അവർ ഇറങ്ങിപ്പോകുന്നു. ഇപ്പോൾ ഒരു തിരക്കുള്ള ഒരു അതിഥി എന്റെ ഒപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ അനുജന്റെ ആരുടെ കല്യാണത്തിൽ എത്തിയതാണ്? അനുജന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് സാറിനുണ്ട്. എൻ്റെ അനുജൻ്റെ മകൻ്റെ കല്യാണത്തിനാണ് ഇവിടെ എത്തിയത്. ഇന്ന് 386 കല്യാണമുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് വെൽ അറേഞ്ച്ഡാണ്. ദേവസ്വം ബോർഡ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെയർമാൻ വിജയ മാഷ് അതിൽ നല്ല താല്പര്യം എടുത്തിട്ടുണ്ട്. ഒരു തിരക്കുമില്ലാതെ 10,000 പേരോളം വരുന്നതാണ്. എന്നാലും നല്ല തിരക്ക് നന്നായി ചെയ്തിരിക്കുന്നു. ശരിക്കൊരു അഭിമാനമാണ് 10,000 പേര് എത്ര ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് കല്യാണം നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഇന്ന് കല്യാണമാണ്. കല്യാണം നിശ്ചയമല്ല, കല്യാണം തന്നെയാണ്. കല്യാണം ഡേറ്റ് കുറിച്ച് അല്ല, അത് വധുവിൻ്റെ എൻ്റെ അനിയൻ്റെ മകൻ്റെ കല്യാണമാണ്. വധുവിൻ്റെ ആൾക്കാരാണ് അത് തീരുമാനിക്കുക. അവരിന്നാണ് ഡേറ്റ് തീരുമാനിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇത്രയും വിവാഹങ്ങൾ ഇന്ന് നടക്കുന്നു പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ഇല്ല, അന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, ഒരിക്കലും ഇല്ല. ഇപ്പോഴും ഒരു 3 ദിവസം മുമ്പ് അത്ര ഉണ്ടായിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് കൂടിയിട്ട് 384 ആയിരുന്നു. നല്ല തിരക്കുണ്ടല്ലോ. അദ്ദേഹത്തിന് നല്ല തിരക്കുണ്ട് അരുൺകുമാർ. ഇപ്പോൾ നമ്മളുടെ അതായത് ഈ എന്റെ അടുത്ത് കാണുന്ന ഈ 4 മണ്ഡപങ്ങളായിരുന്നു ഇതിനു മുൻപ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 356 വിവാഹങ്ങൾ ഒരു ദിവസം ഉള്ളതിനാൽ 2 മണ്ഡപങ്ങൾ കൂടി ഇവിടെ ദേവസ്വം ബോർഡ് കൂടുതലായി തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ 4 മണിക്കായിരുന്നു ഇന്ന് വിവാഹങ്ങളെല്ലാം നടന്നത്. ഇപ്പോൾ ഒരു വധൂവരന്മാർ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഒരു നിമിഷം, എന്താണ് പേര്? എവിടെ നിന്നാണ് വരുന്നത്? ഇരിങ്ങാലക്കുട. തിരക്കുണ്ടെന്ന് അറിയാം. എന്നാൽ ഒരു നിമിഷം ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇന്ന് വിവാഹം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവര് നല്ല സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്തുന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. നന്നായിരുന്നു. തിരക്കുണ്ടെങ്കിലും കുഴപ്പമുണ്ടായില്ല. ശരി, അതായത് ഒരുപാട് നേരം ഇവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. റിപ്പോർട്ടർ ഇന്നത്തെ ദിവസം എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം നന്നായിട്ടുണ്ട്. ദേവസ്ഥത്തിന്റെ വക ഒരു പ്രശ്നമില്ല ആർക്കും. പക്ഷെ ഒരു 24 ആളെന്നുള്ള ഒരു 50 ആൾ കടത്തായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഞാൻ ഇത്രയും എന്താ പറയുക കാലത്തിനിടയിൽ നല്ല കംഫർട്ടായിട്ട് തൊഴാൻ എല്ലാ കാര്യത്തിനും പറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇത്രയും വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ബന്ധുക്കൾക്കും ആർക്കും ഒരു തരത്തിലുള്ള പരാതിയുമില്ല. ഒരുപാട് സമയം വൈകിക്കാതെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് ഇവർക്ക് ഇവിടെ ക്ഷേത്രത്തിൽ നട തുറന്ന് അതിനുള്ളിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ഇവർക്ക് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ മുന്നിൽ വെച്ച് ഒരു വധൂവരന്മാർ വിവാഹം കഴിക്കുകയാണ്. 4 മണി മുതൽ ഇന്ന് ഇവിടെ ഈ വിവാഹങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 മണിയാവുന്ന സമയത്തോടൊപ്പം ഒരു 70 വിവാഹങ്ങളോടെ നടന്നിട്ടുണ്ടായിരുന്നു. അവസാനത്തെ വിവാഹം എപ്പോഴായിരിക്കും? ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാ വിവാഹങ്ങളും പൂർത്തിയാവൂലേ? ഒരു 11-12 മണിയോടുകൂടി. അതെ അരുൺകുമാർ, ഇന്ന് ഉച്ചയാവുമ്പോഴേക്ക് തന്നെ എല്ലാ വിവാഹങ്ങളും പൂർത്തിയാകും. കാരണം അത്രയും പെട്ടെന്നാണ് ഓരോ വിവാഹങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ആരുടെ വിവാഹം കൂടാൻ വന്നത്? അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമാണ്. അതായത്
എല്ലാവരും ഇപ്പോൾ നമുക്ക് കാണാം, ഒരു ഭാഗത്ത് നിന്നും ഇവിടെ നൃത്തത്തിന്റെ അരങ്ങേറ്റം നടക്കുന്നുണ്ട്, ഈ ഭാഗത്ത് നിന്ന് വിവാഹം നടക്കുന്നുണ്ട്. ഗുരുവായൂർ അമ്പലം വലിയ ഒരു ആഘോഷത്തിന്റെ ഒരു തിമിർപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നിരവധി ആളുകൾ ഈ ഭാഗത്ത്, അതായത് ഒരു സമയം 24 പേർക്ക് മാത്രമാണ് ഈ മണ്ഡപത്തിന്റെ പരിസരത്തേക്ക് എത്താൻ കഴിയുക. ബാക്കിയുള്ളവരെല്ലാം പുറത്ത് നിൽക്കണം. പക്ഷേ അതിൽ 4 ഫോട്ടോഗ്രാഫർമാർക്കും ഈ ദൃശ്യങ്ങൾ പകർത്താനായിട്ടുള്ള അനുമതി ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇത്രയും അധികം വിവാഹം ഒരു ദിവസം നടക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് വേണ്ടി വരും. ഒരുപാട് പേര് ബന്ധുക്കളൊക്കെ വരും. ഗുരുവായൂരൊക്കെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകളുടെ ആദ്യത്തെ ആഗ്രഹം എന്നെ കൂടെ വിളിക്കുമായിരിക്കും അല്ലേ, ഇതൊക്കെ ആയിരിക്കുമല്ലോ നാട്ടിലൊക്കെ ആളുകൾ വിചാരിക്കുക. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വരും. വിവാഹം വിളിക്കുന്ന ആളുകൾ മിക്കവാറും ഒക്കെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് ഗുരുവായൂർ അമ്പലം എന്നാൽ ഗുരുവായൂരും കൂടി ഒന്ന് പോയിട്ട് വരാം എന്ന് കരുതിയായിരിക്കും വരിക. അപ്പോൾ ഒരു സമയം എത്ര പേർക്കാണ് ആ മണ്ഡപത്തിന് ചുറ്റും നിൽക്കാൻ കഴിയുക? 24 പേരല്ലേ? അങ്ങനെയാണോ ക്രമീകരിച്ചിരിക്കുന്നത്? അതായത് ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ, അവരുടെ വീഡിയോ ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ ഈ മണ്ഡപത്തിൽ, അതായത് നമുക്ക് കാണാം 20 പേർക്ക്, അവരുടെ ബന്ധുക്കൾക്ക് 20 പേർക്ക് നിൽക്കാൻ കഴിയും. അത്തരത്തിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ സെക്യൂരിറ്റി ആയാലും പോലീസ് ആയാലും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവരുടെ ഫോട്ടോഗ്രാഫർമാർ, അതായത് ദൃശ്യങ്ങളൊന്നും വിട്ടുപോകുന്നില്ല അരുൺകുമാർ, എല്ലാവർക്കും പകർത്താനുള്ള ഒരു സമയം ഇവിടെ നൽകുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്നിറങ്ങി ഇവിടെ ദർശനം നടത്തിയതിനു ശേഷം ഇവർക്ക് ഇറങ്ങി പോകാനുള്ള ഒരു അവസരമുണ്ട്. കൂടാതെ അതായത് നമുക്ക് ഇതിനു മുൻപ് ഇവിടെ പലരും, അതായത് ദർശനത്തിന് എത്തിയവരെല്ലാം പറയുന്നത് അമ്പലത്തിൽ വലിയ തിരക്കുണ്ടാവാറുണ്ട് ഇതിനു മുൻപ്, അതായത് കല്യാണം ഉണ്ടാകുമ്പോൾ. പക്ഷേ ഇന്ന് 386 വിവാഹങ്ങൾ നടക്കുന്നു. വലിയ, അതായത് എല്ലാവർക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷം വലിയ രീതിയിൽ, അതായത് ഈ ഒരു അമ്പല നടയിൽ വെച്ച് നന്നായി തന്നെ ആസ്വദിച്ച് അവർക്ക് ഓരോ നിമിഷവും ഓർത്തു വെച്ചുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൽ നിന്നും ഇറങ്ങിപ്പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒരു മണ്ഡപത്തിൽ മാത്രം 60 കല്യാണം നടക്കും അല്ലെ? 6 കല്യാണ മണ്ഡപങ്ങളിലായിട്ടാണ് ഈ 356 കല്യാണങ്ങൾ നടക്കുക. ഒരു മണ്ഡപത്തിൽ 60 കല്യാണം നടക്കണം. രാവിലെ 4 മണി മുതൽ തുടങ്ങിയതാണ്. ഒരു 5-10 മിനിറ്റ് കിട്ടുമായിരിക്കും അല്ലേ ഒരു കുടുംബത്തിന് വിവാഹം കഴിക്കാൻ? അതെ, 5-10 മിനിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതായത് സാധാരണ ഈ അമ്പലത്തിൽ ഗുരുവായൂരിൽ വെച്ച് നടക്കുക 5 മണിക്കാണ് വിവാഹ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു തുടങ്ങുക. ഇന്ന് ഇത്രയും വിവാഹങ്ങൾ ഉള്ളതിനാൽ തന്നെ 4 മണി മുതൽ ഈ വിവാഹങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഈ 4 മണ്ഡപങ്ങളാണ് ഇതിനു മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ 2 മണ്ഡപങ്ങൾ അധികമായിട്ട് ഇവിടെ ദേവസ്വം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതിനിധി നമ്മോടൊപ്പമുണ്ട്. ഇദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് ഇവർ ഇത്തരത്തിൽ ഈ 356 വിവാഹങ്ങൾ ക്രമീകരിച്ചത്, അതിനുള്ള സജ്ജീകരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു, അതായത് വിവാഹത്തിന്റെ സജ്ജീകരണങ്ങളൊക്കെ? ഇത്രയും വിവാഹങ്ങൾ ഒരുമിച്ച് നടക്കുകയാണ്, നിങ്ങൾ ഏത് രീതിയിലായിരുന്നു നിങ്ങളുടെ പ്ലാനിംഗ് ഒക്കെ? ഞാൻ പറഞ്ഞു, നേരത്തെ 2 മണ്ഡപങ്ങളാണ് എക്സ്ട്രാ ഇട്ടിരിക്കുന്നത്. 2 മണ്ഡപങ്ങൾ എക്സ്ട്രാ ഇട്ടു. പിന്നെ കല്യാണം മുമ്പ് 5 മണിക്ക് ആരംഭിക്കുന്ന കല്യാണം അത് 4 മണിക്ക് നടത്തി. അതാണ് പ്രധാനമായിട്ട് ചെയ്ത സജ്ജീകരണം. ഇത്രയും ഒരു 356 കല്യാണം എന്നുള്ളത് പെട്ടെന്നുള്ളൊരു കുത്തൊഴുക്കായിരുന്നു. അല്ല, ഇന്ന് കുറച്ച് കൂടുതൽ കല്യാണം ഉണ്ടാവും എന്നുള്ളത് ഏതാണ്ട് 2 ആഴ്ച മുമ്പ് 354 എന്നുള്ളതല്ല, ആ ഒരു ട്രെൻഡ് കണ്ടപ്പോൾ 360 വരെ വന്നേക്കാം എന്ന് നമ്മൾ കൂടുതലായിട്ട് കണക്കുകൂട്ടിയിരുന്നു ആ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കിയപ്പോഴും. എങ്ങനെയാണ് നിങ്ങൾ ഈ സജ്ജീകരണം, ഇപ്പം ദർശനത്തിനെത്തുന്ന മറ്റുള്ളവരുണ്ടാവും, അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അതെങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? അതായത് ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ദർശനമെത്തുന്ന ക്യൂ വടക്ക് ഭാഗത്തുനിന്നുള്ള ആ സൈഡിലേക്ക് മാറ്റി. ഇവിടെ ദീപസ്തംഭം തൊഴാനുള്ളവർക്ക് വേറെ തന്നെ ഒരു ക്യൂ അറേഞ്ച് ചെയ്തു. ഈ കല്യാണം അവരെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ 2 ക്രമീകരണം ചെയ്യേണ്ടത്. മുമ്പ് 2017 അതും 277 വിവാഹങ്ങൾ. ആ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. എങ്ങനെ ദേവസ്വം ഭാരവാഹി? അല്ല, ഇനി കൂടുതൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിലും കൂടുതൽ കല്യാണം ദൃശ്യങ്ങളൊക്കെ പകർത്തുക. കൂടുതൽ രസകരമായ പ്രതികരണങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു കല്യാണ മണ്ഡപത്തിൽ മാത്രം 60 വീതം 6 കല്യാണ മണ്ഡപങ്ങളിലായി 386 കല്യാണങ്ങളാണ് ഇന്നിപ്പോൾ ഗുരുവായൂരിൽ നടക്കുന്നത്. 2017 277 എന്ന കല്യാണ റെക്കോർഡാണ് ഇന്ന് ഗുരുവായൂരിൽ തകർക്കപ്പെടുന്ന റെക്കോർഡ് മാത്രമാണ്, കൂട്ടിയിണക്കപ്പെടുന്നത് ജീവിതങ്ങളാണ്. നമുക്ക് ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം. ഇന്ന് ചിങ്ങമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയും ചോതി നക്ഷത്രവും എത്തുന്നു എന്നതാണ് ഗുരുവായൂരിൽ ഇത്രയും അധികം തിരക്ക് കൂടാനുള്ള കാരണം. ഒരു ബുദ്ധിമുട്ടും ഗുരുവായൂരിൽ ദർശനത്തിനെത്തുന്നവർക്കില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. എല്ലാവർക്കും സുഖമായി തൊഴുത് കല്യാണമൊക്കെ കഴിച്ച് വീട്ടിലേക്കൊക്കെ പോകാം എന്നുള്ളതാണ്. ഇത് കണ്ടപ്പോൾ പ്രേക്ഷകർക്കും ഗുരുവായൂരിലേക്ക് പോകണം എന്ന് തോന്നിയിട്ടില്ലേ? യാത്രയൊക്കെ ചെയ്യുക.